വാക്കത്തോൺ സംഘടിപ്പിച്ചു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന വാക്കത്തോൺ പള്ളുരുത്തിയെ ആവേശക്കടലാക്കി. 100 കണക്കിന് പേർ വാക്കത്തോണിൽ പങ്കെടുത്തു. സിനിമാ താരം വിനയ് ഫോർട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു. തോപ്പുംപടി BOT പാലത്തിൽ നിന്ന് ആരംഭിച്ച് പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. മയക്കുമരുന്ന് മുക്തമായ ആരോഗ്യമുള്ള ഒരു യുവതലമുറ ഉയർന്നു വരുന്നതിന് ഇത്തരം കൂട്ടായ്മകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുഹമ്മദ് ഷിയാസ് MLA പറഞ്ഞു. വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സമഗ്ര 2026 ഈ വരുന്ന 23-ാം തീയതി വ്യാഴാഴ്ച രാവിലെ SN ഓഡിറ്റോറിയത്തിൽ പള്ളുരുത്തി ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള പ്രവർത്തനം ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് അത് പരിചയപ്പെടുത്താനും 100 ദിവസക്കാലം കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന 100 ദിന കർമ്മ പരിപാടികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് 100 കോടി രൂപയുടെ ഗ്രാന്റും സ്കോളർഷിപ്പും അതുപോലെ ലോണുകളെല്ലാം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അന്ന് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാക്കത്തോണിൽ ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ബോധവൽക്കരണം. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഈ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് പരിപാടി അതിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഐക്യദാർഢ്യത്തോടു കൂടി ലഹരിക്കെതിരായിട്ടുള്ള വലിയ ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളിൽ, ചെറുപ്പക്കാരിൽ, മുതിർന്നവരിൽ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ആരംഭിച്ച് വെളി ജംഗ്ഷൻ വരെ നടക്കുന്ന ഈ വാക്കത്തോൺ ഇതൊരു വലിയ പദ്ധതി കൂടിയാണ്. ഇത് സ്വയം ബോധവൽക്കരിക്കാനും മറ്റുള്ളവരെ ബോധവൽക്കരിക്കപ്പെടാനും കഴിയാവുന്ന രീതിയിലേക്ക് ഇത് മാറണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ തൂഫാന്റെ വാരിയേഴ്സായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ മാത്രമല്ല സമൂഹത്തിൽ മുഴുവൻ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ബോധവൽക്കരണം, ഒരു വലിയ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ നിയമങ്ങളും നമ്മുടെ നാട്ടിലുള്ള അധികാരികളുടെ നടപടികളും കൊണ്ട് മാത്രമല്ല ഈ ലഹരിയുടെ ഉപയോഗം കുറയുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അറിയാം. നമ്മൾ പരസ്പരമുള്ള ബോധവൽക്കരണത്തിലൂടെ അതിന്റെ ദൂഷ്യവശങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ച് ലഹരി എന്നുള്ളത് വലിയ വിപത്താണെന്നും നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ച് നമ്മൾ ഏത് തരത്തിലാണ് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കേണ്ടത് ആ കഴിവുകൾ വികസിപ്പിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന നമ്മുടെ കുടുംബവുമായി സന്തോഷത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാവുന്ന നല്ല സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമമായ പൗരന്റെ ബോധ്യം. അതാണ് അവരുടെ കടമയും നിർവഹിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ വാരിയറായി ബാഡ്ജ് മുഹമ്മദ് ഷിയാസിന് വിനയ് ഫോർട്ട് കൈമാറി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അതിയായ സന്തോഷം. ബഹുമാനപ്പെട്ട MLA പറഞ്ഞതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ ഒരു വലിയ വിപത്തിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി പത്രത്തിലായാലും TV മാധ്യമങ്ങളിലൂടെ ആയാലും ഇത് പിടിക്കുന്നത്രത്തോളം ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കില്ല. അത്രയേറെ ഭക്ഷണത്തിന്റെ അളവ് പോലെ തന്നെ ഈ സാധനവും അതിലുപരി ഇതിനേക്കാൾ കൂടുതൽ ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇപ്പോ ഇത് പിടിച്ചുകൊണ്ടുപോയി ഇടാനുള്ള സ്ഥലം പോലും തികയാത്തവരാണ് ഒരു സാഹചര്യത്തിലാണ്. എവിടെ നോക്കിയാൽ അമ്മമാരുടെ നിലവിളിയും പോലീസിന് നേരെയുള്ള വെല്ലുവിളിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് അതിക്രമിച്ചു കഴിഞ്ഞു. ഇതിന് മുമ്പ് തന്നെ ഈ സാധനത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതായിരുന്നു. ഇതിപ്പോ ഒരുപാട് കടന്ന് ഒരു രോഗം പോലെ ഇത് ഒരു സ്ഥലത്ത് ബാധിച്ച് അത് പടർന്ന് പിടിച്ചെന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാറി നമ്മുടെ നാടിന്റെ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെയല്ലാത്തൊരു നാളേക്ക് വേണ്ടി അങ്ങനെയല്ലാത്തൊരു ചുവടുവയ്പ്പാണ് ഇവിടെ എല്ലാവരും നമ്മൾ നടത്തുന്നത്. ഇതിൽ പശ്ചിമ കൊച്ചിയിലുള്ള ഇന്നത്തെ MLA നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും സഹപ്രവർത്തനമായിട്ടുള്ള വിനയ ഫോർട്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് നമ്മളൊരു യാത്ര തുടങ്ങുകയാണ്. ഇത് ഈ ഒരു യാത്ര കൊണ്ടെങ്കിലും ഈ ഒരു ഉപദേശം കൊണ്ടെങ്കിലും ഈ ഒരു പ്രതിഷേധം കൊണ്ടെങ്കിലും കുറെ അധികം ആളുകൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അതായിരിക്കും നമ്മുടെ നാടിനെ നമുക്ക് പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകളോടുകൂടി സ്നേഹപൂർവ്വം സാജൻ പള്ളുരുത്തി. ഇത് നമുക്ക് വലിയ വിജയമാക്കി തീർക്കണം. നമുക്ക് ലഹരി മാഫിയകളെ ഈ കേരളത്തിൽ നിന്ന് അപ്പാടെ തുടച്ചു നീക്കുകയും വേണം. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ നിങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനൂടെ ഉണ്ട്. അപ്പോ എന്റെ എല്ലാവർക്കും ലഹരി ഉണ്ടാവും. ജീവിതത്തിൽ പലർക്കും പലതാണ് ലഹരി. എന്റെ ലഹരി സംഗീതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. എന്നെ ഞാനാക്കിയ പാട്ട് വേണോ അതോ ഞാൻ പാടിയ ഏതെങ്കിലും പാട്ട് മതിയോ? എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തനാമൊരു പാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ മുടിമുറിശീലൻ, അതിലോലൻ മുഖവടിവേലൻ, ജനതോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും തിരിച്ചറിയണം ലഹരി എന്താണെന്നും ഏത് ലഹരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്നും. താങ്ക് യു വെരി മച്ച്. കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി, ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി അഗസ്റ്റിൻ, KA മനാഫ്, കൗൺസിലർമാരായ ഷൈനി മാത്യു, ജോസഫ് സുമിത്, കവിത, സിനിമാ താരം സാജൻ പള്ളുരുത്തി, പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി, കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി VD സതീശൻ പള്ളുരുത്തിയിൽ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.